ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയ്ക്ക് 5ാം ക്ലാസ്സിന് ഉപകാരപ്പെടുത്താവുന്ന ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. നമ്മുടെ 5 വിഷയങ്ങളും ദുറൂസ്, താരീഖ്, തജ്വീദ്, ഫിഖ്ഹ്, ലിസാന് എല്ലാ വിഷയങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. നമുക്കൊന്ന് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യോജിച്ചത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് എഴുതി കൊടുക്കണം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? മുസ്ലിമിൻ്റെ ശാരീരിക ഇബാദത്താണ്. എന്താണ്? നിസ്കാരം. അപ്പോൾ ഇവിടെ നമുക്ക് നിസ്കാരം എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 1 എന്നത് നമുക്കവിടെ നൽകാം. ഇത് എടുത്ത് ഇങ്ങോട്ട് എഴുതി കൊടുക്കണം നിങ്ങൾ എക്സാമിന് കേട്ടോ. അപ്പോൾ അവിടെ നിസ്കാരം. 2, സ്വയം സുർക്കയായാൽ ശുദ്ധിയാവും. എന്താണ് സ്വയം സുർക്കയായാൽ ശുദ്ധിയാവുന്നത്? ലഹരി ദ്രാവകങ്ങളാണ്. ലഹരി ദ്രാവകങ്ങൾ. അപ്പോൾ അതിന് 2 നൽകാം. പിന്നെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആരാണ്? തക്കുവയുള്ളവരാണ്. തക്കുവ ഉള്ളവർ. അപ്പം അതിൻ്റെ 3ാമത്തെ ചോദ്യ നമ്പർ നമുക്ക് അവിടെ നൽകാം. അപ്പോൾ ഇത് ഇവിടെയൊക്കെ എഴുതുകയാണ് വേണ്ടത് കേട്ടോ. 4ാമത്തെ ചോദ്യം, നിയമം പാലിക്കാത്ത ഖുർആൻ പാരായണം. നിയമം പാലിക്കാത്ത ഖുർആൻ പാരായണം എന്താണ്? ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാണ്. ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാണ്. 4 നമ്പർ നൽകാം. 5ാമത്തെ ചോദ്യം, സ്ഥലം വാങ്ങാൻ പണം നൽകിയത്. ആരാണ് സ്ഥലം വാങ്ങാൻ പണം നൽകിയത്? സ്ഥലം വാങ്ങാൻ പണം നൽകിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മദീനയിൽ മസ്ജിദുൻ നബവി നിർമ്മിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ ബനൂ നജ്ജാർ ഗോത്രക്കാർ സ്ഥലം നൽകാൻ തയ്യാറായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണം കൊടുത്ത് വാങ്ങി. അവർ വെറുതെ നൽകാൻ തയ്യാറായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണം നൽകി തയ്യാറായി. അതിനുള്ള പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ റിവിഷനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ചോദ്യങ്ങളാണ് ഈ വന്നത് മുഴുവനും. അബ്ദുറഹ്മാൻ ബിനു റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ആരായിരുന്നു? സഅദ് ബിനു റബീ റളിയല്ലാഹു അൻഹു. സഅദ് ബിനു റബീ റളിയല്ലാഹു അൻഹു അല്ലേ? മക്കയിലെ ധനികനായ സഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. മദീനയിലെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു സഅദ് ബിനു റബീ റളിയല്ലാഹു അൻഹു. അപ്പം അത് നമുക്കൊക്കെ മനസ്സിലാക്കി നേരെ എഴുതി കൊടുക്കാം. ഇനി ഉത്തരം എഴുതാനാണ്. 1ാമത്തെ ചോദ്യം, മൻ ഹുവ റാബിഉൽ ഖുലഫാഇർ റാഷിദീന. 4ാമത്തെ ഖലീഫ ആരായിരുന്നു എന്നാണ് നമ്മൾ ലിസാനിലാണ് പഠിച്ചിരുന്നത് അല്ലേ? 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ആണ് 4ാം ഖലീഫ. അപ്പോൾ അത് പേരെഴുതാം. അടുത്തതോ, എന്താണ് ഇൽമു തജ്വീദ്? ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. എന്താണ് ഇൽമു തജ്വീദ്? അവിടെ മനസ്സിലാക്കണം. എന്താണ് തജ്വീദ് അതും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിത് എഴുതി കൊടുക്കാം. അപ്പം ഇനി അടുത്തതോ, നിസ്കാരം വാജിബാണ്. ആർക്കാണ് നിസ്കാരം വാജിബ്? പ്രായപൂർത്തിയും ശുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമിനും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കാരം വാജിബാണ്. പ്രായപൂർത്തിയും ശുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമിനും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കാരം വാജിബാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, എന്താണ്? നജസ്സുകൾ എത്ര, ഏതല്ല? ഏതൊക്കെയാണ് നജസ്സുകൾ? 3. ഏതെല്ലാന്ന് വെച്ചാൽ മുഹഫഫ്, മുഅല്ലല്, മുത്തവസ്സിത്ത്. നജസ്സുകൾ 3 വിധമാണ്: മുഹഫഫ്, മുഅല്ലല്, മുത്തവസ്സിത്ത്. അടുത്ത ചോദ്യം, തഖ്വ എന്നാൽ എന്ത്? എന്താണ് തഖ്വ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കലും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അടുത്ത ചോദ്യം, മാ ഇസ്മു ഉമ്മു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേര് എന്തായിരുന്നു? അസദിൻ്റെ മകൾ ഫാത്തിമയാണ് ഉമ്മ. അപ്പോൾ ഫാത്തിമയാണ് ഉമ്മ എന്ന് നമുക്കവിടെ എഴുതാം. അടുത്തതോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിനോട് നന്ദി അറിയിച്ചു കൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട്
സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞത്? അത് ഒക്കെ നന്നായി മനസ്സിലാക്കണം. എന്താണ് സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞത്? അത് വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. എന്താണ്? ഞാൻ മദീനയിലെ ഒരു ധനികനാണ്, എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾ എടുക്കുക. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരിൽ ഒരാളെ ഞാൻ വിവാഹം മോചനം ചെയ്ത് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അവസരം ഒരുക്കാം. ഇത് സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞതാണ്. അപ്പോൾ അതിന് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇവിടെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കാം. ഇനി പൂർത്തിയാക്കാനാണ്. ഇന്ന അക്രമക്കും ഡാഷ്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്കാക്കും. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്കാക്കും. പൂർത്തിയാക്കി ആശയം പൂർത്തിയാക്കാനൊക്കെ വരും. എന്താണ്? നിശ്ചയം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. അടുത്തതാ, പള്ളി പണിയാനുള്ള സ്ഥലം ഡാഷ് ഗോത്രക്കാരാണ് നൽകിയത്. ആരായിരുന്നു? ബനു നജ്ജാർ ഗോത്രക്കാർ. പള്ളി പണിയാനുള്ള സ്ഥലം ബനു നജ്ജാർ ഗോത്രക്കാരാണ് നൽകിയത്. അടുത്തത് എന്താണ്? മുറിച്ചു കളയലല്ലാത്ത വഴിയില്ലെങ്കിൽ എന്താണ്? നജസ് മുറിച്ചു കളയലല്ലാത്ത വഴിയില്ലെങ്കിൽ പൊറുക്കപ്പെടുന്നതാണ്. വസ്ത്രത്തിലൊക്കെ ആയാൽ അവിടെ മുറിച്ചു കളയലല്ലാതെ വഴിയില്ലെങ്കിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. പൂർത്തിയാക്കി കൊടുക്കാൻ വരും കേട്ടോ. ഏത് പോയിന്റുകൾ ഏതും മാറി വരാം പാഠഭാഗത്തു നിന്നുള്ള കേട്ടോ, മനസ്സിലാക്കണം. അടുത്തത് എന്താണ്? ഖുർആനിലെ ഒരക്ഷരം പാരായണം ചെയ്യുന്നതിന് 10 നന്മ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 10 നന്മ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അടുത്തത് എന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഡാഷ് ജലീലുൻ. എന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സഹാബിയുൻ ജലീലുൻ. ലിസാനുൽ ഖുർആനിലെ 2ാമത്തെ പാഠമായ അവ്വലു മൻ ആമന മിനൽ അത്ഫാൽ എന്ന പാഠത്തിൽ ഫസ്റ്റ് തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ? അലി റളിയല്ലാഹു അൻഹു സഹാബിയാകുന്നു എന്ന്. അപ്പോൾ ഇവിടെ വിട്ട ഭാഗത്ത് വന്നത് നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ, മനസ്സിലാക്കണം. അടുത്തത് എന്താണ്? തഖ്വൽ ഇലാഹി മദാറു ഡാഷ്. എന്തായിരുന്നു? തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ വത്തിബാഉ അഹ്വർ റഅസു ശർരി ബാഇല. അപ്പോൾ ഇവിടെ 2 ലൈനും പൂർത്തിയാക്കി കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എക്സാമിന് വരാം. അത്തഖ്വ എന്ന പാഠത്തിൽ നിന്നാണ് എഴുതാൻ കഴിയണം. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ വത്തിബാഉ അഹ്വർ റഅസു ശർരി ഹബാഇല. അടുത്തെന്താണ്? 2 എണ്ണം വീതം എഴുതണം. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കും, അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ, പ്രയാസങ്ങൾ നീങ്ങൽ, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാക്കൽ, ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ, പാപമോചനം നേടൽ, നരകമോചനം നേടൽ, സ്വർഗപ്രവേശനം ലഭിക്കൽ. ഇതൊക്കെ തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. ഇനിയോ മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സാഹോദര്യം മദീനയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ വരുത്തിയത്? പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. പിന്നെ അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യ വിവേചനം ഇല്ലാതാക്കി. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. കച്ചവടത്തിലൂടെയും കൃഷിയിലൂടെയുമുള്ള സഹകരണം എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി. അപ്പം അതൊന്ന് 2 എണ്ണം എഴുതാം. അടുത്തത് എന്താണ്? മുത്തവസിത്തായ നജസിന് ഉദാഹരണം. മുത്തവസിത്ത് മലം, മൂത്രം, രക്തം, ചലം, മതിയ്, വതിയ്, ആമാശയത്തിലെത്തിയ ശേഷം ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ, ഇതൊക്കെ നമ്മൾ നജസുകൾ പറഞ്ഞിട്ടുണ്ട്. മുത്തവസിത്തായ ശുദ്ധിയാക്കാൻ കഴിയുന്നത്, നജസ് കൊണ്ട് മലിനമായത് മുത്തവസിത്ത്. അപ്പം അതിന് 2 ഉദാഹരണം എഴുതുക. ഇനി നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ്. ഹിയ ബിന്തു റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ. ഹിയ ബിന്തു റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ. അടുത്തതാ ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തും മുത്തബഅത്തും യഹൂദുൽ ആഹിറു അനിൽ അവ്വലി. എന്താണ്? പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. അതുപോലെ നമുക്ക്
പാടത്തുനിന്ന് വേറെ ഏതും വരാം. വൈദാ ഖറഇനാഹു ഫത്തബി ഖുർആനഹു ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി ക്രമത്തിലാക്കാനാണ്. അതാണ് ഇവിടെ വന്നത് അല്ലേ. ഇതാ ഖറഇനാഹു ഫത്തബി ഖുർആനഹു. അപ്പം അത് നമുക്ക് മനസ്സിലാക്കി നേരാക്കി എഴുതാൻ കഴിയണം. 1 2 3 4. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം കേട്ടോ. ഇനിയിപ്പോൾ ഈ മുകളിൽ വന്നതൊക്കെ ഇതുപോലെ ഓർഡർ തെറ്റിച്ച് തന്നാൽ എഴുതാൻ കഴിയണം. അടുത്തതാ ശരി അടയാളപ്പെടുത്താനാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമത്ത് എന്ന് ടിക്ക് ചെയ്യാം. ഇനിയാ ഏകദേശം 200 ലിറ്ററാണ്. എന്താണ് ഏകദേശം 200 ലിറ്റർ? 1 കുല്ലത്ത്, 3 കുല്ലത്ത്, 2 കുല്ലത്ത്. ഏതാണ്? 2 കുല്ലത്താണ്. ഏകദേശം 200 ലിറ്റർ എന്നത് 2 കുല്ലത്ത്. അത് ടിക്ക് ചെയ്യാം. അടുത്തതാ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയുടെ പേര്. അലി ഇബ്നു അബൂ ത്വാലിബ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ അബൂ ത്വാലിബാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയുടെ പേര്. ഇനി അയവിറക്കാൻ മൃഗങ്ങൾ തികട്ടിയെടുത്തത് അത് ഏത് നജസാണെന്നാണ്? ഏതാണ്? മുത്തവസ്സിത്താണ്. അയവിറക്കാൻ മൃഗങ്ങൾ തികട്ടിയെടുത്തത് മുത്തവസ്സിത്തായ നജസാണ്. അടുത്തത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് ആര്? 10 പേര്. 10 പേരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്റത്തുൽ മുബശ്ശറ. 10 പേര് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത്. അടുത്തതാ വ്യക്തമാക്കാനാണ്. ഭ്രാന്ത്, ബോധക്ഷയം തുടങ്ങിയ തടസ്സങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. എപ്പോഴാണ്? ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ച ശേഷം ഭ്രാന്ത്, ബോധക്ഷയം തുടങ്ങിയ തടസ്സങ്ങൾ ഉണ്ടായി നിസ്കാരം ഖളാ ആയാൽ അത് വീട്ടൽ നിർബന്ധമാണ്. മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് മുഹഫഫ്. എന്താണ് മുഹഫഫ് എന്ന് വ്യക്തമാക്കാൻ. 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഹഫഫാണ്. 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഹഫഫാണ്. നമുക്ക് ഇതുപോലെ തന്നെ മുത്തവസ്സിത്ത്, മുഅല്ലല് ഒക്കെ വ്യക്തമാക്കാൻ വന്നാൽ എഴുതാൻ കഴിയണം കേട്ടോ. അടുത്ത തജ്വീദ്. എന്താണ് തജ്വീദ്? അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അടുത്ത ഇനി ജംഉ മുഫ്രദ് എഴുതാനാണ്. ഖുലഫാഉൻ. ഖലീഫത്തുൻ എന്നതിൻ്റെത് ഖുലഫാഉൻ. അത്ഫാലുൻ, തിഫ്ലുൻ. അപ്പോൾ അത് അവിടെ ആദ്യം മുഫ്രദ് തന്ന് ജംഉ എഴുതണം, പിന്നെ ജംഉ തന്നു മുഫ്രദ് എഴുതണം. അങ്ങനെ മാറി വരാം. അപ്പോൾ നമുക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. നമുക്ക് ഒരു മോഡൽ ചോദ്യപേപ്പർ കൂടി ഉണ്ട് ഇതുപോലെ. പിന്നെ ഓരോ വിഷയത്തിൻ്റെയും സെപ്പറേറ്റ് ആയി ചെയ്യാവുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പഠിച്ചതൊക്കെ അനുസരിച്ച് നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് എക്സാം എഴുതാനും ഉയർന്ന മാർക്ക് വാങ്ങാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.